അമേരിക്കൻ മണ്ണിൽ മലയാളികളുടെ ആത്മീയ യാത്രയ്ക്ക് മറ്റൊരു മഹത്തായ അധ്യായം കൂടി എഴുതിച്ചേർത്ത ചരിത്ര മുഹൂർത്തങ്ങളായി കൊയ്നോനിയ 2025 മാറി. ചിക്കാഗോ സെയിന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ ഒരു വർഷം നീളുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരൊത്തുചേരലായിരുന്നു കൊയ്നോനിയ എന്നു പേര് നൽകിയ മഹാവൈദിക സമ്മേളനം. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി വിവിധ രംഗങ്ങളിലും സേവനങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന 500ഓളം മലയാളി കത്തോലിക്ക വൈദികരുണ്ട്. കേരളത്തിന്റെ ആഴമേറിയ ആത്മീയ വിശ്വാസ പാരമ്പര്യവും ഇന്ത്യൻ കത്തോലിക്ക സഭ അനുഷ്ഠാനങ്ങളും ചേരുന്ന സീറോ മലബാർ, സീറോ മലങ്കര, ലാറ്റിൻ റീത്തുകൾ, ജ്ഞാനായ സഭയും വിവിധങ്ങളായ സന്യാസ സഭകളും കോൺഗ്രിഗേഷനുകളിൽ നിന്നുമുള്ള വൈദികരുമാണ് ഈ മഹാസമ്മേളനത്തിൽ ഒത്തുചേർന്നത്. ഈ വൈദിക സമ്മേളനം ഒരു സാധാരണ വൈദിക ഒത്തുചേരൽ മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ ജീവിത സമർപ്പണത്തിന്റെ സംഭാവനകളെ ഒരു വേദിയിൽ പ്രതിഫലിപ്പിക്കുന്ന ചരിത്ര സ്മാരകമാകുകയായിരുന്നു. ഇതുവഴി ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ വളർച്ചയുടെ നാൾ വഴികളിൽ ഇന്ന് 54 പള്ളികളും 35 മിഷനുകളും 70ഓളം സമർപ്പിത വൈദികരും 100,000-ലേറെ വരുന്ന വിശ്വാസ സമൂഹവും അമേരിക്കയിൽ ക്രൈസ്തവ സാക്ഷ്യത്തിനായി വളരുകയാണ്. ചിക്കാഗോ സീറോ മലബാർ രൂപതയ്ക്ക് വേണ്ടി നവംബർ 18, 19 തീയതികളിലായി ഈ വൈദിക സമ്മേളനം അണിയിച്ചൊരുക്കിയത് കേരളം പോലെ മനോഹരമായ അമേരിക്കയിലെ കേരളം എന്ന് വിശേഷിപ്പിക്കുന്ന മയാമി അവർ ലേഡി ഓഫ് ഹെൽത്ത് ഫൊറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിലാണ്. ആത്മീയതയും സാംസ്കാരിക വൈവിധ്യവും ഒന്നിക്കുന്ന അമേരിക്കൻ ഐക്യത്തിന്റെ ശക്തമായ പ്രതീതി ജ്വലിപ്പിച്ച കൊയ്നോനിയ 2025 തിളക്കമാർന്ന അതിഥികളും പങ്കാളികളായി അമേരിക്കൻ ബിഷപ്പ് കോൺഫറൻസ് അംഗവും പെൻസിക്കോള ബിഷപ്പുമായ ബിഷപ്പ് വില്യം എ വാക്ക്, മയാമി ആർച്ച് ബിഷപ്പ് തോമസ് വെൻസ്കി, ഇന്ത്യൻ കോൺസുൽ ജനറൽ, കോറൽ സ്പ്രിംഗ്സ് മേയർ സ്കോട്ട് ജെ ബ്രൂക്ക്, ചിക്കാഗോ സീറോ മലബാർ രൂപത ബിഷപ്പ് മാർ ജോയി ആലപ്പാട്ട്, ബിഷപ്പ് എമറിറ്റസ് മാർ ജേക്കബ് അങ്ങാടിയത് എന്നിവർ കൊയ്നോനിയ വേദിയെ വിശിഷ്ടമാക്കി. ഫ്ലോറിഡ സംസ്ഥാനത്തെ രാഷ്ട്ര സാമൂഹിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ നേതാക്കന്മാരും സന്നിഹിതരായി. നവംബർ 18 കോറൽ സ്പ്രിംഗ്സിലെ സെയിന്റ് എലിസബത്ത് ആൻഡ് സെന്റ് ആൻ കാത്തലിക് പള്ളിയിൽ പരിപാടികൾക്ക് തുടക്കമായി. പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികളെ താളമേള വാദ്യാഘോഷങ്ങളോടും മുത്തുക്കുടകളുടെ അകമ്പടിയോടും കൂടെ സ്വീകരിച്ച് പള്ളിയിലേക്ക് ആനയിച്ചു. തുടർന്ന് വൈകിട്ട് 5 മണിക്ക് അഭിവന്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 200ഓളം വൈദികരും ചേർന്ന് അർപ്പിച്ച പരിശുദ്ധ കുർബാനയ്ക്ക് വലിയൊരു ജനസഞ്ചയം സാക്ഷിയായി. തുടർന്ന് അതിഥികളും വൈദികരും ജനസമൂഹവും ഒന്നിച്ചു ചേർന്ന് അത്താഴവിരുന്ന്, 7 മണിക്ക് പൊതുസമ്മേളനവും വൈവിധ്യമാർന്ന സാംസ്കാരിക കലാസന്ധ്യാപാവനവും നടത്തപ്പെട്ടു. കൊയ്നോനിയ 2025 ഒരു വൈദിക സമ്മേളനം എന്നതിനപ്പുറം ഒരു ആത്മീയ പുനർജനനത്തിന്റെ വിളംബരവും ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ ജൂബിലി വർഷത്തിലെ പുതിയ ദിശാബോധത്തിന്റെ വലിയൊരു പ്രകാശ കിരണവുമായി മാറി. കൊയ്നോനിയ 2025 ഉജ്ജ്വല വിജയത്തിനായി ഏതാനും മാസങ്ങളായി ചിക്കാഗോ രൂപത അധ്യക്ഷൻ മാർ ജോയി ആലപ്പാട്ട് രക്ഷാധികാരിയായും വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോൺ മേലേപ്പുറം സഹരക്ഷാധികാരിയായും ഫൊറോന വികാരി ഫാദർ ജോർജ് ഇളമ്പാശ്ശേരി ചെയർമാനും ജോഷി ജോസഫ് ജനറൽ കൺവീനറായും 20ഓളം വിവിധ കമ്മിറ്റി ചെയർമാൻമാരും കൈക്കാരന്മാരും പള്ളിക്കമ്മിറ്റി അംഗങ്ങളും ഈ ഒത്തുചേരലിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇതിന്റെ വിജയത്തിനായി അവർ ലേഡി ഓഫ് ഹെൽത്ത് ഇടവക സമൂഹം ഒന്നിച്ച് പരിശ്രമിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കീന ന്യൂസ്.